ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ. അപ്പോൾ താഴെ ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് കണ്ടു കേട്ടോ. പക്ഷെ ഫേക്കൊന്നും അല്ല, അത് നമ്മൾ തമിഴിലെ പത്തരമാറ്റ് സീരിയലിന് ഇപ്പോഴത്തെ എപ്പിസോഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തമിഴിൽ കുറച്ച് കൂടുതൽ എപ്പിസോഡുകൾ കവർ ചെയ്തിട്ടുണ്ട് അവർ, കുറച്ചുകൂടെ കൂടുതൽ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ മലയാളത്തിലെ അപ്കമിങ് എപ്പിസോഡെന്ന് പറയണത്. അപ്പം അത് തന്നെയാണ് ഏറെക്കുറെ മലയാളത്തിലും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചായ കുടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് തമിഴിലാവുമ്പോൾ അല്ല കുൽഫി കുടിക്കാൻ പോയി എന്നായിരിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളെ വരുള്ളൂ. കഥ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെമ്പനീർ പൂവെന്ന സീരിയലിൻ്റെയും അപ്കമിങ് എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മൗനരാഗം സീരിയലിൻ്റെ അന്നുള്ള എപ്പിസോഡും ചെയ്യുന്നുണ്ട്. സാന്ത്വനം 2 സീരിയലിൻ്റെ എപ്പിസോഡും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും തിങ്കളാഴ്ച മുതൽ ചെയ്തു തുടങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കനകദുർഗേനെയും അതുപോലെ തന്നെ നവ്യയും നയനയും ആണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജലജ വരുന്നുണ്ട്. അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളുമാരെ രണ്ടെണ്ണത്തിനെ തുറത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അതേ ഒരുത്തി ഗർഭിണി, ഇതിപ്പോൾ അവളുടെ അമ്മയും കൂടെ വന്ന് കൂട്ടത്തോടു കൂടിയാണല്ലോ, എങ്ങനെ ഇവറ്റകളെ ഇങ്ങനെ തുരത്തും, എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തേ മതിയാവുള്ളൂ എന്ന് കനകദുർഗ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും കുടുംബത്തിലെ മറ്റംഗങ്ങളൊക്കെ കൂടെ അനാമികയുടെയും അനിയുടെയും കല്യാണത്തിൻ്റെ പത്രികയെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത്ര പേരെ വിളിക്കണം, എല്ലാവരെയും വിളിച്ചോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതും ജലജ കാണുന്നുണ്ട്. ദൈവം, ഈ കല്യാണം ഒന്ന് മുടക്കാൻ നോക്കിയിട്ട് എവിടെ ചെന്നാലും കല്യാണത്തെക്കുറിച്ച് തന്നെയാണല്ലോ പറയുന്നതെന്നൊക്കെ വിചാരിച്ച് ജലജ മനസ്സിലിങ്ങനെ പൊറു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊറുപുറത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആദർശാണെങ്കിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. ആ സമയത്ത് നയനയും നവ്യയും കൂടെ പറയുകയാണ്, അത് ചേട്ടന് ഞാൻ കൊടുത്ത ഡ്രസ്സായിരിക്കും ചേച്ചി ഇട്ടിട്ടുണ്ടാവുക, അറിയില്ലല്ലോ നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയന ഇരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് നയന കൊടുത്ത അതേ ഡ്രസ്സൊക്കെ തന്നെ ഇട്ടിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സിൽ ആദർശിനെ കണ്ടതും വേഗം തന്നെ ദേവയാനി പറയുകയാണ്, എടാ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയായി ഈ ഡ്രസ്സിൽ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടടാ, ഇത് നല്ല രസമായിട്ടുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ആദർശിനോട് പറയുകയാണ്, ആ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്, നവ്യയ്ക്കും സന്തോഷമാവാണ്. നയനേനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആദർശ് അങ്ങ് പോവാണ് കേട്ടോ. നയനയോട് മാത്രം ഒന്നും തന്നെ ആദർശ് പറഞ്ഞില്ല. അങ്ങനെ അപ്പോൾ നവ്യ പറയുകയാണ്, അല്ലടി നീയല്ലേ ഈ ഡ്രസ്സ് എടുത്തു കൊടുത്തത്, എന്നിട്ട് നിന്നോട് മാത്രം ഒരു വാക്ക് പറയാണ്ട് മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് ആദർശേട്ടൻ എന്താ പോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, അത് വിട്ടേക്ക് ചേച്ചി, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യയും അതുപോലെ തന്നെ കനകദുർഗയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കനകദുർഗ പെട്ടെന്ന് നന്ദുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ്, അല്ല അമ്മ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദുവിൻ്റെ കല്യാണത്തെക്കുറിച്ചാണ് മോളെ ചിന്തിക്കുന്നത്, അവൾക്കൊരു നല്ല രീതിയിലൊരു കല്യാണം നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, അമ്മ അവൾക്ക് കല്യാണപ്രായം ആവുന്നതല്ലേ ഉള്ളൂ, മാത്രമല്ല അവളുടെ കല്യാണം ഞാനും നയനയും കൂടെ ചേർത്ത് നല്ല ഗംഭീരമായിട്ട് നടത്തും, നല്ലൊരു പയ്യനെ ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അനി അവിടേക്ക് വരുന്നത്. അനി പറയുകയാണ്, അല്ല ഇടത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നവ്യയെ. അപ്പോൾ നവ്യയെ അങ്ങനെ അനി ഇടത്തി എന്ന് വിളിക്കലില്ല. അങ്ങനെ നവ്യ ആകെ അമ്പരന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇടത്തിക്ക് കല്യാണത്തിന് ആരെങ്കിലുമൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണ്, ഹോട്ടൽ ബുക്ക് ചെയ്യാനായിട്ടാണെന്ന് പറയുകയാണ്. നവ്യ പെട്ടെന്ന് ഇങ്ങനെ ഷോക്കായ പോലെ നിൽക്കുകയാണ്. പിന്നെയും അനി ചോദിക്കുകയാണ്, ഇടത്തിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, ഇല്ല അനി, എനിക്ക് അങ്ങനെ എൻ്റെ 2-3 ഫ്രണ്ട്സേ ഉള്ളൂ, അവർക്ക് അടുത്തുള്ളവർ തന്നെയാണ്, ഹോട്ടലൊന്നും ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയത്ത് കനകയാണെങ്കിൽ നന്ദുവിനെ കുറിച്ച് എന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കനകയോട് നവ്യ പറയുകയാണ്, അമ്മേ ആദ്യമായിട്ടാണ് എന്നെ അനി എടത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സാധാരണ നമ്മുടെ നയനയെ നോക്കിയാണ് അവനെ എടത്തി എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്, എന്നെ ഇതുവരെ എടത്തി എന്നൊന്നും വിളിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല, എനിക്കെന്തോ വലിയ സന്തോഷമായി എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്തും കനകയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, അല്ല അമ്മ എന്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, വന്നപ്പോൾ തുടങ്ങി ഞാൻ കാണുകയാണല്ലോ എന്ന് പറയാണ്. ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അപ്പോഴേക്കും നവ്യ ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്തോ ഒന്ന് അമ്മ മറയ്ക്കുന്നുണ്ട്, തീർച്ചയായിട്ടും
അത് കണ്ടുപിടിക്കുക തന്നെ വേണം എന്നിങ്ങനെ നവ്യ മനസ്സിൽ കരുതാണ് കേട്ടോ. ഇനി അടുത്ത സീനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഹാളിൽ മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ആ സമയത്ത് നവ്യയും അതുപോലെ തന്നെ കനകയും കൂടെ അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിലാണ് ആദർശ് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നത്. ആദർശ് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആദർശിൻ്റെ കയ്യിലൊരു സ്വീറ്റ് ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് വരുന്ന സമയത്ത് ആദർശ് എല്ലാവർക്കും മധുരം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മൾ ഇന്ന് ഞാൻ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നില്ലേ, അത് സക്സസ് ആയി, നമ്മുടെ കമ്പനിക്ക് പിന്നെയും ഓർഡർ കിട്ടി എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ്, എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോന്നപ്പോൾ തന്നെ ഇതെന്തായാലും നിനക്ക് ലക്ക് കൊണ്ടുവരും, ഇത് നിനക്ക് നല്ല കോൺഫിഡൻസ് ലെവൽ കൂട്ടും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോഴേക്കും ആദർശ് പറയണം, അതേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ ചുറ്റിനും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനേനെയാണ് നോക്കുന്നത്. അപ്പോൾ ദേവയാനീനെ വലിയ മൈൻഡൊന്നും ആദർശ് വെക്കുന്നതായിട്ട് ദേവയാനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആദർശ് എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് വേഗം തന്നെ കനകയുടെയും നവ്യയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് അവർക്കും സ്വീറ്റ്സ് കൊടുക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ നയനേനെ നോക്കുകയാണ്, കാണുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും കനക മരുമോൻ പോയി കഴിഞ്ഞപ്പോൾ പറയുകയാണ് നവ്യയോട്, എടി മരുമോൻ നയനയാണ് നോക്കുന്നതെന്ന് തോന്നുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ്, നയനേനെ നോക്കുന്നത് തോന്നുന്നല്ല, നയനേനെ തന്നെയാണ് നോക്കുന്നത്, നോക്കട്ടെ ഞാൻ നയനേനെ ഒളിപ്പിച്ച് വെച്ചേക്കാന്ന് പറയാണ്. അപ്പോഴത്തേക്കും കനക ചോദിക്കുകയാണ്, അല്ല ഒളിപ്പിച്ച് വെച്ചെന്നോ, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ എൻ്റെ റൂമിൽ ചെന്നിട്ട് അവളോട് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അവൾ പാവം ഒന്നും അറിയാണ്ട് ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദർശേട്ടൻ വന്നു കഴിയുമ്പോൾ അവളെക്കുറിച്ചൊന്ന് നോക്കട്ടെ. രാവിലെ അവളെടുത്ത് കൊടുത്ത ഡ്രസ്സാണിത്, അതിട്ടിട്ട് പോയിട്ട് എല്ലാവരോടും സംസാരിച്ചു, അവളോട് സംസാരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് അവളെ തേടി അലയട്ടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയാണ്, അല്ല സ്വീറ്റ്സ് ബോക്സൊക്കെ താഴെ ഇവിടെ വെച്ചിട്ടാണല്ലോ മോൻ മുകളിൽ അവൾ അന്വേഷിച്ച് പോയേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ്, അത് ചിലപ്പോൾ വല്ല കവിതയും പാടിക്കൊടുക്കുമായിരിക്കും അവൾക്ക്, അല്ലെങ്കിൽ പിന്നെ അവളെ ഒരു സ്വീറ്റാണ്, അപ്പോൾ പിന്നെ അവൾക്ക് എന്തിനാ സ്വീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പാടുമായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തേക്കണേന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആദർശ റൂമിലൊക്കെ ചെന്ന് നോക്കുകയാണ് കേട്ടോ. നയനേനെ കാണുന്നില്ല. അങ്ങനെ ടെറസിൻ്റെ മുകളിലുണ്ടാവുമെന്ന് വിചാരിച്ച് ആദർശ് ടെറസിലോട്ടൊക്കെ കയറി നോക്കുകയാണ്. എല്ലായിടത്തും ചുറ്റിനും പരതിയിട്ട് ആദ്യം നയനേനെ കാണുന്നില്ല. അപ്പം നയനയാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് നവ്യയുടെ റൂമിൽ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് തിരഞ്ഞു വന്നതാണ്. ആ സമയത്താണ് നയന പെട്ടെന്ന് ആദർശിൻ്റെ മുന്നിലോട്ട് വന്ന് ചാടുന്നത്. അങ്ങനെ രണ്ടുപേരും കൂട്ടിയിടിക്കുകയാണ് കേട്ടോ. കൂട്ടിയിടിച്ചതും രണ്ടാളും കണ്ണും നോക്കി ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് നേരം. അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് ഞാൻ നാളെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാലൻസ് ഒരു എപ്പിസോഡ് നാളെ ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ളൊരു എപ്പിസോഡ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.